കാരണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാണുന്നത് കുടുംബ പ്രേക്ഷകരാണ്. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇമോഷണൽ ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടെങ്കിലേ പ്രേക്ഷകർ പിടിച്ചിരുത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആരും കാണില്ല, ചുമ്മാ പാട്ട് പാടുന്നു പോകുന്നു. അപ്പോ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഈ ബിഗ് ബോസ് എന്നല്ല ഏതൊരു റിയാലിറ്റി ഷോ കഴിഞ്ഞു പോയാലും ചിലവരെന്നെ മാത്രമാണ് അത് പോസിറ്റീവായി ബാധിക്കുക, കുറെ പേരെന്നെ അത് നെഗറ്റീവായിട്ടും ബാധിക്കുന്നുണ്ട്. കുട്ടികൾക്ക് പലപ്പോഴും അവരുടെ ഒരു ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ആ പ്രായത്തിൽ എൻജോയ് ചെയ്തില്ലെങ്കിൽ പിന്നെ അതുപോലെ ഇത് വലിയ ട്രോമയായിട്ട് മാറാറുണ്ട്. അമിത ആത്മവിശ്വാസം കൊടുത്ത് ആ കുട്ടി എങ്ങാനും ഫൈനലിൽ തോറ്റുപോയാൽ ആ കൊച്ചിന് പിന്നെ ഭയങ്കര ഒരു മെന്റൽ സ്ട്രെസ്, അതുപോലെ തന്നെ മെന്റൽ ട്രോമയൊക്കെ ആയിട്ട് മാറാറുണ്ട്. നമസ്കാരം, ടീ ടോക്സിലെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റിയാലിറ്റി ഷോകളെ പറ്റിയാണ്. ഒരു പ്രേക്ഷക എന്ന നിലയിൽ ആർദ്രയ്ക്ക് തോന്നുന്നുണ്ടോ എല്ലാ റിയാലിറ്റി ഷോകളും ടാലന്റിനെ ബേസ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്? ഒരിക്കലുമില്ല. കാരണം നമ്മളൊക്കെ എന്നും കാണുന്ന ഒരു പരിപാടിയാണ് റിയാലിറ്റി ഷോസ്. ഇപ്പോൾ ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി അവർ ഡെയിലി വെക്കുന്ന ഒരു കാര്യമാണ്. നമ്മളൊക്കെ എന്താ കാണുന്നതിൽ പാട്ട് അല്ലെങ്കിൽ ഡാൻസ്, അതൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് സാധാരണ പ്രേക്ഷകർ, ഞാൻ ഉൾപ്പെടെയുള്ള പ്രേക്ഷകർ എല്ലാവരും കാണുന്നത്. അത് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ടാണെന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ടാവില്ല. പിന്നെ കുറേ കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് വരുന്ന സമയത്തൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കുക റേറ്റിങ്ങിന് വേണ്ടി ആയിരിക്കാം എന്ന്. അത് പറയാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് സ്റ്റാർ സിംഗറിൻ്റെ ലാസ്റ്റ് സീസണിൽ അവരുടെ ഫിനാലേക്ക് കൊണ്ടുവരുന്നത് മോഹൻലാലിനെ ആയിരുന്നു. അന്ന് അത്രയും നാൾ കാണാതിരുന്ന പ്രേക്ഷകരിൽ കൂടുതൽ പേരും അന്ന് ആ ദിവസം കണ്ടതിൻ്റെ റേറ്റിംഗ് സാധാരണ ദിവസത്തെക്കാളും കൂടുതലാണ്. ആ മോഹൻലാൽ എന്നൊരു സെലിബ്രിറ്റി വന്ന കാരണമാണ് ആ റേറ്റിംഗ് അത്രയും കൂടിയത്. അത് നമ്മൾ വിചാരിച്ച ആരെങ്കിലും ആയിരിക്കില്ല എന്ന് കപ്പടിക്കാം. അപ്പം അതൊക്കെയാണ് ഇതിന് ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. റേറ്റിംഗ് കൂടാൻ വേണ്ടിയിട്ടാണ് ഇത് വെക്കണമെന്ന് ആ സമയത്തൊക്കെ ആയിരിക്കും സാധാരണക്കാർ ചിന്തിക്കുക. ഇപ്പൊ പണ്ടത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ പണ്ടൊക്കെ കൂടുതലും എല്ലാ റിയാലിറ്റി ഷോയിലും ടാലന്റിനായിരുന്നു കൂടുതൽ, അതായത് ഒരു വ്യക്തിയുടെ കഴിവിനായിരിക്കും പ്രാധാന്യം നൽകുക. പക്ഷെ ഇന്ന് കൂടുതലും TRP ആണ് നോക്കുന്നത്. അതായത് കൂടുതലും ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ നോക്കുന്നത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറീസ്, ഇമോഷണലി ആണോ അത് അല്ലെങ്കിൽ അവരുടെ കഴിവിനേക്ക് പ്രാധാന്യം കൊടുക്കുന്നത് ഇത്തരം കാര്യങ്ങൾക്കാണ്. കാരണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാണുന്നത് കുടുംബ പ്രേക്ഷകരാണ്. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇമോഷണൽ ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ടെങ്കിലേ പ്രേക്ഷകർ പിടിച്ചിരുത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആരും കാണില്ല, ചുമ്മാ പാട്ട് പാടുന്നു പോകുന്നു. ഇമോഷണലി എന്തെങ്കിലും ഒരു ബാക്ക് സ്റ്റോറി അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടിരിക്കാൻ സാധാരണയുള്ള പ്രേക്ഷകരെക്കാളും കൂടുതൽ പേരുണ്ടാകും. അത് അവരുടെ ഒരു ബിസിനസ് തന്ത്രം തന്നെയാണ്. അപ്പൊ അവരുടെ ടാലന്റ് അവിടെ ഇല്ലാണ്ടാവുകയാണ്, സ്റ്റോറിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ഏറെക്കുറെ അങ്ങനെയാണ്. പക്ഷെ ടാലന്റ് ഒട്ടും ഇല്ലാതാവുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിൽ ടാലന്റ് ഉള്ളവരും ഉണ്ട്. അതുപോലെ തന്നെ ഈ റിയാലിറ്റി ഷോകൾ നമ്മുടെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ട് ആയിരിക്കും, സ്ക്രിപ്റ്റഡ് ആണോ സ്ക്രിപ്റ്റഡ് അല്ലയോ എന്നുള്ളത്. അതിനുള്ള ഏറ്റവും വലിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ ബിഗ് ബോസ് തന്നെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 100 ദിവസത്തെ ഒരു പ്രോഗ്രാം തന്നെ അവർ ഓൾറെഡി സ്ക്രിപ്റ്റഡ് ആയിട്ടായിരിക്കും. അതായത് ഒരു ദിവസം എന്തൊക്കെ ഗെയിം കൊടുക്കാം, എന്തൊക്കെ ടാസ്ക് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ പണിഷ്മെന്റ് ആണ് കൊടുക്കാൻ പോകുന്നത്, അതൊക്കെ ഓൾറെഡി സ്ക്രിപ്റ്റഡ് ആക്കിയിട്ടാണ് അവർ 100 ദിവസത്തെ ഒരു പരിപാടി പ്ലാൻ ചെയ്യുന്നത് തന്നെ. അതുപോലെ തന്നെ നമ്മൾ ഇടയ്ക്ക് കാണാറുണ്ട് ബിഗ് ബോസിൽ ഇപ്പോൾ വൈൽഡ് കാർഡ് എൻട്രീസ് വരും. ഈ വൈൽഡ് കാർഡ് എൻട്രീസ് വരുമ്പോൾ തന്നെ ഇപ്പോൾ നമ്മുടെ മസ്താനിനെ പറ്റി പറയുകയാണെങ്കിൽ മസ്താനി വന്നപ്പോൾ തൊട്ട് കൂടുതലും രേണു സുധീനെ ആയിരുന്നു ടാർഗറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് വിധവാ കാർഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ശരിക്കും അത് കാണുമ്പോൾ തന്നെ ഒരു പ്രേക്ഷക എന്ന നിലയിൽ നമുക്ക് തോന്നാറില്ല ഇത് പ്ലാൻഡ് ആണെന്ന്. സാധാരണ നമ്മൾ ഈ ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് ഒരു 100 ദിവസം അതിൻ്റെ ഉള്ളിൽ ഇത്രയും ആൾക്കാർ വരുമ്പോണ്ടാകുന്ന പ്രശ്നങ്ങളാണെന്നാണ് നമ്മൾ സാധാരണ വിചാരിച്ചുകൊണ്ടിരുന്നത്. ബിഗ് ബോസിൻ്റെ ഈ സീസണുകൾ കഴിഞ്ഞ് അതിൽ കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ളവർ പിന്നെ ഇന്റർവ്യൂ കൊടുക്കുമ്പോഴാണ് നമ്മൾ അറിയണേ അത് സ്ക്രിപ്റ്റഡ് ആണെന്നുള്ളത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം പറയുന്നത് ലാലേട്ടൻ എല്ലാ എപ്പിസോഡിലും ആ ഒരു വീക്കിൻ്റെ ലാസ്റ്റ് വരാറുണ്ട്. എന്നിട്ട് അയാൾ സംസാരിക്കുന്നത് ചിലപ്പോൾ റൂഡായിട്ടായിരിക്കാം. നമ്മൾ റൂഡ് ആവണം എന്ന് പ്രേക്ഷകർ വിചാരിക്കുന്നിടത്ത് അയാൾ റൂഡ് ആവാറില്ല. അപ്പൊ അത് സ്ക്രിപ്റ്റഡ് ആണ്. അത് തുറന്ന് പറഞ്ഞു. ചൂടാവുന്നത് എപ്പോഴാണ് കമന്റ്സ് വരുമ്പോ, അതായത് കമന്റ്സിനെ ബേസ് ചെയ്തിട്ടാണ്. പിന്നെ ഈ അടുത്തൊരു ഇഷ്യൂ നടന്നത് അതിനൊരു ഉദാഹരണം തന്നെയാണ്. അതായത് അനുമോളിന്റെയും ജിസേലിന്റെയും ഒരു ഇഷ്യൂ വന്നപ്പോഴാണ് ലാലേട്ടൻ കുറച്ചും കൂടി പ്രതികരിച്ചു തുടങ്ങിയത്. അതിനുശേഷം ഇൻസ്റ്റാ പേജിലായാലും ഫേസ്ബുക്കിലായാലും അതിന്റെ അടിയിൽ വന്ന കമന്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച ലാലേട്ടൻ, അല്ലെങ്കിൽ ലാലേട്ടൻ ഇപ്പോഴാണ് തിരിച്ചു വന്നത്, അത്തരത്തിലുള്ള കമന്റുകളായിരുന്നു ഇതിന്റെയൊക്കെ അടിയിൽ. കാരണം അത് പറയാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിബിനാന്ന് തോന്നുന്നു, സിബിനോ വേറെ ആരോ തോന്നുന്നു, അവര് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് അവർ പറയുന്നുണ്ട് ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങനെയല്ല ഒരിക്കലും ഒരു കാര്യത്തെ റിയാക്ട് ചെയ്യുക. നമ്മൾ കാണിക്കുമ്പോൾ എന്താ മോനെ എന്നൊക്കെ ചോദിച്ച് വളരെ കൂളായിട്ട് എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യുന്ന ആള് അവിടെ റൂഡായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ലാലേട്ടന് കൊടുക്കുന്ന സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ സത്യം പറഞ്ഞാൽ ലാലേട്ടൻ അതിൽ അഭിനയിക്കുകയാണ് ചെയ്യണേ. അവർ സ്ക്രിപ്റ്റ് പറയുന്നു, അവർ ലാലേട്ടൻ മേടിക്കുന്ന പേയ്മെന്റ് അനുസരിച്ച് ലാലേട്ടൻ അവർ പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇതിന് മുൻപത്തെ ബിഗ്
ബോസിലെ റോബിൻ രാധാകൃഷ്ണൻ ഇത് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞ് വന്നപ്പോൾ പലരും റോബിനെ തള്ളി പറഞ്ഞു. അന്ന് തള്ളി പറഞ്ഞവരെല്ലാം ഇന്നിപ്പോ കമന്റ് ഇടുന്നുണ്ട് റോബിൻ പറഞ്ഞത് ശരിയായിരുന്നു. അതുപോലെ തന്നെ ആർദ്ര പറഞ്ഞ പോലെ തന്നെയാണ് ആര്യയുടെ സിബിന്റെ ഇഷ്യൂ. ബിഗ് ബോസിലേക്ക് പങ്കെടുത്ത വ്യക്തികൾ തന്നെ ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയതിനു ശേഷം ആ പരിപാടി സ്ക്രിപ്റ്റഡ് ആണെന്ന് പറയുന്നു. അപ്പൊ പിന്നെ അത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തീർച്ചയായിട്ടും തോന്നില്ല അതൊരു സ്ക്രിപ്റ്റഡ് ആണെന്ന്. പണ്ടത്തെ കാലം ഇപ്പൊ കുറച്ചും കൂടി പേർക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ സാധാരണക്കാരായ കുറച്ച് കുടുംബ പ്രേക്ഷകരുണ്ട്. അവർക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അവര് ബിഗ് ബോസിൽ കാണുന്ന ആൾക്കാർ അതേ രീതിയിലാണ് പിന്നെ അതിന് പുറത്തിറങ്ങിയാലും അവരെ ട്രീറ്റ് ചെയ്യുന്നത്. അത് ഭയങ്കര ഒരു ഫെയിം ഔട്ട് ആക്കുന്നുണ്ട് അവരുടെ ഒരു ക്യാരക്ടറിനെ പലപ്പോഴും. അതിന് ഏറ്റവും വലിയ ഉദാഹരണം റോബിൻ അതിലുണ്ടായിരുന്ന സമയത്ത് എത്ര ഫാൻസ് ആയിരുന്നു. ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നേരെ ഫെയിം ഔട്ടായി പോയി ആളുടെ. ഇറങ്ങുന്ന ഭൂരിഭാഗം പേരും അങ്ങനെ തന്നെയാണ്. പക്ഷെ അവർ പേയ്മെന്റിന് വേണ്ടിയിട്ട് അവരുടെ ഒരു ഫുൾ ലൈഫിലെ ക്യാരക്ടറിനെ വെച്ചിട്ടാണ് അവർ ബിഗ് ബോസിൽ ചെന്ന് നിൽക്കുന്നത്. അപ്പോൾ അത് അത്രത്തോളം ഒരു റിസ്ക് എടുത്ത് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ചാനലിന് വേണ്ടിയിട്ടും ബിഗ് ബോസിന്റെ പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട് അവർ പല സാക്രിഫൈസ് അവർ ചെയ്യുന്നുണ്ട് അതിനിടയിൽ. അതുപോലെ തന്നെ ചിലരുടെ ജീവിതം ബിഗ് ബോസ് കൊണ്ട് രക്ഷപ്പെട്ട ഒരുപാട് പേരുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ പേളിമാണി ശ്രീനിഷൊക്കെ. അതേസമയം തന്നെ ബിഗ് ബോസ് കാരണം ഡിവോഴ്സ് ആയി പോയിട്ടുള്ള പല ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ ഈ ബിഗ് ബോസ് എന്നല്ല ഏതൊരു റിയാലിറ്റി ഷോ കഴിഞ്ഞു പോയാലും ചിലവരെന്നെ മാത്രമാണ് അത് പോസിറ്റീവായി ബാധിക്കുക. കുറെ പേരെന്നെ അത് നെഗറ്റീവായിട്ടും ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പേയ്മെന്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ റിയാലിറ്റി ഷോയിലും പറയുന്ന ഒരു കാര്യമാണ് ഇതിലേക്ക് പങ്കെടുത്ത് കഴിയുന്ന വിജയ്ക്ക് ഫ്ലാറ്റ് അല്ലെങ്കിൽ 50 ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് ഇതൊക്കെ കണ്ടിട്ടും കൂടി ആയിരിക്കുമല്ലോ ഇവർ പങ്കെടുക്കുന്നത്. പക്ഷെ ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ടും ഇപ്പോഴും പേയ്മെന്റ് കിട്ടാത്ത അനവധി പേരുണ്ട്. ഇപ്പൊ ബിഗ് ബോസിൽ തന്നെ മുന്നേ പങ്കെടുത്ത മണിക്കുട്ടൻ ഒരു തുറന്നു പറച്ചിൽ നടത്തിയിട്ടുണ്ടായി ഇപ്പോഴും പേയ്മെന്റ് കിട്ടിയിട്ടില്ല എന്ന്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ റിയാലിറ്റി ഷോസിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ കടമെടുത്തിട്ടൊക്കെ വന്ന ആൾക്കാരുണ്ട്. പക്ഷെ തിരിച്ചു പോകുമ്പോൾ അവർക്ക് ഒന്നും കിട്ടാത്തൊരു അവസ്ഥയിലേക്കാണ് അവർ വരുന്നത്. ഒന്നും കിട്ടാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം സാധാരണ റിയാലിറ്റി ഷോയിൽ അതിൽ പങ്കെടുത്ത് വിന്നർ ആയാലാണ് നമുക്ക് ഒരു മെയിൻ പ്രൈസ് കിട്ടുന്നുള്ളൂ. പക്ഷെ ഇവര് ഒരു ദിവസം നിൽക്കണേനാണ് ഇവർക്കൊരു പേയ്മെന്റ്. എത്ര ദിവസം അവർ നിൽക്കുന്നു അതിനനുസരിച്ച് ഇവർക്ക് പേയ്മെന്റ് കിട്ടുന്നുണ്ട്. പക്ഷെ ഔട്ടായി പോയാലും അവർ എത്ര ദിവസം നിന്നു ആ ഒരു ഡേക്കുള്ള പേയ്മെന്റ് കിട്ടുന്നുണ്ട്. അത് ചോദിച്ച് വാങ്ങുന്നവരുണ്ട്. ഇപ്പൊ രേണുസുതിയൊക്കെ വരെ ഒരു ദിവസത്തേക്ക് 50,000 രൂപയുടെ അടുത്തൊക്കെയാണ് ചോദിച്ചേക്കണത്. അത് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അവർക്കത് നഷ്ടം എന്ന് പറയാൻ പറ്റില്ല. ബിഗ് ബോസിൽ വന്ന പേയ്മെന്റ് ഒക്കെ നല്ല രീതിയിൽ അവർക്ക് മെച്ചമുള്ള ഒരു പരിപാടി തന്നെയാണ് മറ്റ് റിയാലിറ്റി ഷോനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുപോലെ തന്നെ എല്ലാ റിയാലിറ്റി ഷോയിലും നമ്മൾ കാണുന്നതാണ് വോട്ടിംഗ്. ശരിക്കും ഈ വോട്ടിംഗ് തന്നെ അവരൊരു ബിസിനസ് തന്ത്രം എന്ന് പറയാം. കാരണം ഇപ്പോൾ ആപ്പിലൂടെ വോട്ട് ചെയ്യുക, SMS വഴി വോട്ട് ചെയ്യുക. അപ്പൊ ഇതിലൂടെയൊക്കെ പേയ്മെന്റ് ശരിക്കും അവർക്ക് ലഭിക്കുന്നുണ്ട്. തീർച്ചയായും പേയ്മെന്റ് ലഭിക്കുന്നുണ്ട്. പക്ഷെ വോട്ടിംഗ് തന്നെയാണോ ആ ഒരു കണ്ടസ്റ്റൻസിനെ വിജയിപ്പിക്കണേന്ന് ചോദിച്ചാൽ നമുക്ക് അവര് കാണിക്കുന്നു ഒരു പോളിംഗ് കൊണ്ടുവരുന്നു. വോട്ടിംഗ് ചിലപ്പോൾ കൂടുതൽ വേറൊരു കണ്ടസ്റ്റൻസിനായിരിക്കും. പക്ഷെ അവർ സമ്മാനം അല്ലെങ്കിൽ വിന്നറായിട്ട് പ്രഖ്യാപിക്കുന്ന മറ്റൊരു കണ്ടസ്റ്റന്റ്. അതൊരു ബിസിനസ് തന്ത്രമാണ്. ജനങ്ങളുടെ കൂടി അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വോട്ടിങ്ങും അതുപോലെ വിന്നറിനെ പ്രഖ്യാപിക്കുന്നത് എന്നുള്ള ഒരു ചെറിയൊരു എന്താ പറയാ ഒരു പബ്ലിസിറ്റി കൊടുക്കൽ മാത്രമേ ഉള്ളൂ. അതുപോലെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആള് പോലും ചിലപ്പോ ഔട്ടായി പോയിട്ടുണ്ട് എലിമിനേഷനിൽ. അങ്ങനത്തെ സംഭവങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതൊരു ഷോയും ഇപ്പോ നമ്മൾ ബിഗ് ബോസിനെ ഏറ്റവും കൂടുതൽ എടുത്ത് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു ഷോയും എല്ലാവർക്കും അറിയപ്പെടുന്ന ഒരു ഷോയും കൂടെ ആയതുകൊണ്ടാണ് നമ്മൾ ബിഗ് ബോസിനെ തന്നെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇപ്പൊ ബിഗ് ബോസിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ഈ ബിഗ് ബോസ് തുടങ്ങുന്നേക്കാൾ മുന്നേ തന്നെ അവർ സെലക്ട് ചെയ്യലോ ഇന്ന ആൾക്കാർ ലാസ്റ്റ് തുടക്കം തൊട്ട് ലാസ്റ്റ് വരെ നമ്മുടെ ഷോയിൽ വേണം. അതിപ്പോ ആ വ്യക്തിക്ക് വോട്ട് കൂടുതലായാലും വോട്ട് കുറവായാലും അവര് സെലക്ട് ചെയ്ത് വെക്കുന്ന കുറച്ച് പേഴ്സൺസ് ഉണ്ടായിരിക്കും. അവർ തുടക്കം തൊട്ട് എൻഡ് വരെയും ആ ഒരു ഷോയുടെ ഭാഗമായിരിക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ബിഗ് ബോസിലെ കഴിഞ്ഞ സീസണിലെ ജാസ്മിൻ എന്ന് പറയുന്നത്. അവർ വരുമ്പോൾ തന്നെ ഒരു യൂട്യൂബ് നമുക്കറിയാലോ ഇൻഫ്ലുവൻസർ ആണ്. അവർ വന്ന് 2-3 ദിവസം നിന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇവിടെ എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടാവും. ജനങ്ങളെ അല്ലെങ്കിൽ ബിഗ് ബോസിൽ പിടിച്ചിരുത്തുന്നത് ഈ ജാസ്മിനാണ്. ജാസ്മിനെതിരെ ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് ഉണ്ടായിരുന്നു. ജാസ്മിനെ പുറത്താക്കണം അങ്ങനെ നോക്കുകയാണെങ്കിൽ ജാസ്മിന് വോട്ട് അവിടെ കുറയാണ് ചെയ്ത്. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തുടക്കം മുതൽ ലാസ്റ്റ് വരെ ജാസ്മിൻ അവിടെ ഉണ്ടായിരുന്നു. അതാണ് അവർ റേറ്റിംഗ് നോക്കാൻ വേണ്ടി ഒരു അടി കൂടുന്നത് കാണാൻ വേണ്ടിയിട്ട് ജാസ്മിൻ അവിടെ പിടിച്ചു നിർത്തി. അപ്പൊ എല്ലാവരും വിന്നറെ പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞൊരു കാര്യം ജാസ്മിനെ എന്തുകൊണ്ട് നിങ്ങൾ വിന്നർ ആക്കിയില്ല. കാരണം നിങ്ങളുടെ ഒരു TRP റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് എത്ര നാളാണ് ആ കുട്ടീനെ അവിടെ പിടിച്ചു നിർത്തിയത്. എന്തെല്ലാം ഇഷ്യൂസ് ആണ് പറഞ്ഞു കൊടുത്തുണ്ടാക്കിയിട്ടുള്ളത്. അവരുടെ ഫാമിലി വരെ വന്ന് വലിയ ഇഷ്യൂ ഒക്കെ ഉണ്ടായി. എന്നിട്ടും 3rd പ്രൈസേ കൊടുത്തുള്ളൂ. അതൊക്കെ അന്ന് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. പിന്നെ എടുത്ത് പറയേണ്ടതാണ് ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റിയാലിറ്റി ഷോ. അത് കാണാൻ വേണ്ടി മാത്രം കുറെ പ്രേക്ഷകരുണ്ടാവില്ലേ. നമ്മളൊക്കെ പണ്ട് കണ്ടിട്ടുണ്ട് മഞ്ച് സ്റ്റാർ സിംഗർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ കുട്ടികളുടെ റിയാലിറ്റി ഷോ എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു എന്താ പറയാ ഒരു കഴിവ് തെളിയിക്കാനുള്ള ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് അത് അത്രയും ചെറിയ പ്രായത്തിൽ. അപ്പൊ അതുപോലെ ഒരു കഴിവ് തെളിയിച്ചവരുണ്ട്. അതുപോലെ തന്നെ തഴയപ്പെട്ടവരും ഫെയിം ഔട്ട് ആയവരൊക്കെ ഉണ്ട്.
അപ്പോൾ അത് എത്രത്തോളം കുട്ടികളെ ബാധിക്കുമെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാറില്ല. അവർ പാടുന്നു, കുറച്ച് പേര് ജയിക്കുന്നു, തിരിച്ചു പോകുന്നു, പിന്നെ അവരുടെ സ്കൂൾ ലൈഫ്, അവർ ബാക്ക് ടു ഫാമിലി ലൈഫ് ഒക്കെയാണ് പോകുന്നത്. പക്ഷെ അത് എത്രത്തോളം കുട്ടികളെ മെന്റലി ബാധിച്ചിട്ടുണ്ടെന്ന് നമ്മൾ പലപ്പോഴും തിരിച്ചറിയാതെ പോകുന്നുണ്ട്. പാർദ്ര പറഞ്ഞ പോലെ കുട്ടികളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ വളരെ ചുരുക്കമായിരിക്കും. കാരണം ഇപ്പൊ ഒരു 35 വയസ്സുള്ള ഒരാൾ സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നതും ഒരു 10 വയസ്സുള്ള ഒരു കുട്ടി സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യുന്നതും നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കി കാണുന്നത് ആരെയായിരിക്കും? ആ 10 വയസ്സുള്ള കുട്ടികളുടെ സ്റ്റാൻഡപ്പ് കോമഡി ആയിരിക്കും. അതുപോലെ തന്നെ കുട്ടികളുടെ മാത്രമായിട്ടുള്ള റിയാലിറ്റി ഷോയുടെ ഒരു ഉപകാരം എന്ന് പറയുന്നത് സ്കൂളിലെ വേദികളിൽ മാത്രം അവർ ഒരുങ്ങി പോവാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ചാൻസ് ആണ്, അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കുട്ടികൾക്ക് കിട്ടുന്നത്. പക്ഷെ അവിടെയും അവർക്ക് കുട്ടികൾക്ക് ഈ ഒരു ഷൂട്ട് അല്ലെങ്കിൽ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഓവർനൈറ്റ് ആയിട്ടുള്ള ഷെഡ്യൂൾസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ അവരൊരു ബാല്യം നഷ്ടപ്പെടല്ലേ ശരിക്കും ചെയ്യണത്. അതായത് കളിച്ച് നടന്ന് അങ്ങനെ പോകേണ്ട ഒരു പ്രായത്തിൽ ഇത്രയും വലിയ ആൾക്കാരെ പോലെ തന്നെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോവല്ലേ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഒരു ബാല്യം തന്നെ നഷ്ടപ്പെട്ടു പോകണം. അത് മാത്രമല്ല ഈ പാരന്റ്സിന്റെ അതുപോലെ ജഡ്ജസിന്റെ ഒക്കെ ഒരു പ്രഷർ ഉണ്ടാവും കുട്ടികൾക്ക്. അതെ, പാരന്റ്സ് ആണ് ഏറ്റവും കൂടുതൽ നീ പാട്ടുകാരിയാവുക അല്ലെങ്കിൽ നീ ഡാൻസുകാരിയാവുക അങ്ങനെ ഒരു പുഷിങ് അവിടെ നടക്കുന്നുണ്ട്. അതെ, കുട്ടികൾക്ക് പലപ്പോഴും അവരുടെ ഒരു ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റില്ല. ആ പ്രായത്തിൽ എൻജോയ് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പോഴാലും ചെയ്യാം. അതുപോലെ ഇത് വലിയ ട്രോമയായിട്ട് മാറാറുണ്ട്. നമ്മളിപ്പോ ആ കുട്ടീനെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുകയാണ്, നീ എന്തായാലും ജയിക്കണം എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടീനെ പ്രോത്സാഹിപ്പിച്ച് അമിത ആത്മവിശ്വാസം കൊടുത്ത് ആ കുട്ടി എങ്ങാനും ഫൈനലില് തോറ്റുപോയാൽ ആ കൊച്ചിന് പിന്നെ ഭയങ്കര ഒരു മെന്റൽ സ്ട്രെസ് അതുപോലെ തന്നെ മെന്റൽ ട്രോമയൊക്കെ ആയിട്ട് മാറാറുണ്ട്. അതുപോലെ തന്നെ എലിമിനേഷൻസ്, ഒരു എലിമിനേഷൻ വരാന്ന് പറയുമ്പോൾ തന്നെ അവരുടെ മനസ്സിൽ ഭയങ്കര പേടിയായിരിക്കും. ഞാനായിരിക്കും ഈ വട്ടം ഔട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതോടുകൂടി എന്റെ ലൈഫ് നിന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ അവരുടെ മനസ്സിനെ നന്നായി തന്നെ ബാധിക്കും. അതുപോലെ തന്നെ ഈ ജഡ്ജസിന്റെ അടുത്ത് വരുമ്പോൾ അവരുടെ ഒരു കമ്പാരിസൺ, അവർ പറയുന്ന ക്രിട്ടിസൈസ് ചെയ്യുന്നത്, അതൊക്കെ ചിലപ്പോൾ ആ ചെറിയ പ്രായമല്ല കുട്ടികൾക്ക് അത് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയൊന്നും ഉറക്കാത്ത ടൈം ആയിരിക്കും. ആ സമയത്ത് ഇതുപോലെ ക്രിട്ടിസൈസ് ഒക്കെ ചെയ്യുമ്പോൾ അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട്. പണ്ടത്തെ റിയാലിറ്റി ഷോസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചു കുട്ടിയാണോ വലിയ കുട്ടിയാണോ നോക്കാതൊക്കെ പല ജഡ്ജസ് ഭയങ്കര ക്രൂരമായിട്ടൊക്കെ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് കുട്ടികളെ ബാധിച്ച് അവരുടെ ഭയങ്കര ഒരു മെന്റൽ ഹെൽത്ത് തന്നെ ഇല്ലാതാക്കാൻ അതൊന്നും ചിന്തിക്കുന്നില്ല. അവിടെയും ജഡ്ജസിന് പൂർണ്ണമായിട്ട് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ പറ്റില്ല. അപ്പൊ ഏതൊരു ചാനലിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ആ ചാനൽ പറയുന്ന കുറച്ച് അഭിപ്രായങ്ങളിലൂടെ ആയിരിക്കും ജഡ്ജസും കടന്നു പോകുന്നുണ്ടാവുക. അപ്പൊ ചിലപ്പോൾ അവർ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം പറയാൻ പറയുമ്പോൾ ജഡ്ജസിന് അത് പറയണം, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറയാനാണ് പറയുന്നതെങ്കിൽ അതും പറയണം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ജഡ്ജസിനും അവർക്ക് അവരുടേതായ ഒരു ഇഷ്ടത്തിന് ഒരു അഭിപ്രായങ്ങൾ കുട്ടികളോടായാലും മുതിർന്നവരോടായാലും പറയാനുള്ള അവസരം ഇല്ല. അതുപോലെ തന്നെ പല കുട്ടികളും പല തരത്തിലാണ് ജഡ്ജസ് ട്രീറ്റ് ചെയ്യുന്നത്. എല്ലാവരും ഒരുപോലെ കണ്ട് തെറ്റുകൾ പറഞ്ഞു കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന കുട്ടികളെ കുറച്ച് നന്നായി ഇഷ്ടപ്പെട്ട പേരുണ്ടാവും നോക്കി വെച്ച് അവർക്ക് മാത്രം കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു മുന്നത്തെ റിയാലിറ്റി ഷോസിനേക്കാളും ഇപ്പോഴത്തെ റിയാലിറ്റി ഷോ കുറച്ചും കൂടി എത്തിക്കലായെന്ന് തോന്നുന്നു. അത് കൊച്ചു കുട്ടികളുടെ അടുത്തുള്ള ഒരു സമീപനം എടുത്തു പറയാൻ കാരണം നമ്മുടെ ടോപ്പ് സിംഗർ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ ഉണ്ട് നമ്മുടെ ഫ്ലവേഴ്സിൽ. അതിൽ ജഡ്ജസായി വന്നിരിക്കുന്നത് MG ശ്രീകുമാർ, ശരത് പോലുള്ള വലിയ വലിയ മ്യൂസിഷ്യൻസും അവരൊക്കെ ആയിരുന്നു. അപ്പോൾ അവരൊക്കെ പണ്ടത്തെ റിയാലിറ്റി ഷോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ക്രൂവലായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാൾക്കാരായിരുന്നു. അവർ നേരെ ഈ റിയാലിറ്റി ഷോയിൽ വന്നപ്പോൾ ഏറ്റവും കൂളായിട്ട് എങ്ങനെ കുട്ടികളെ ഡീൽ ചെയ്യാം അല്ലെങ്കിൽ മറ്റുള്ളവരെ എങ്ങനെ ഡീൽ ചെയ്യാം, ക്രൂവലായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾ തന്നെ അവരെ അനുകരിക്കും. ഇങ്ങനെയാണ് ഇപ്പൊ MG ശ്രീകുമാറിനെ തന്നെ അനുകരിക്കുന്ന എത്ര പിള്ളേരുണ്ട്. അതെ, അപ്പൊ അത്രയും ഒരു മാറ്റം, എത്തിക്കലൊരു മാറ്റം വന്നിട്ടുണ്ട്. കൊച്ചു കുട്ടികളാണ് മുന്നിൽ നിൽക്കുന്നത്, അവരെ അങ്ങനെ വിഷമിപ്പിക്കാൻ പറ്റില്ല, അവർക്ക് ഒരു ട്രോമ കൊടുക്കരുത് എന്നുള്ള ഒരു കുട്ടികളോട് പറഞ്ഞ അവര് തിരിച്ചു രണ്ടെണ്ണം ഇങ്ങോട്ട് പറയും. പണ്ടത്തെ കുട്ടികളെ അപേക്ഷിച്ച് കുട്ടികൾ വളരെയധികം മാറി. അപ്പൊ ഒരു ബേസിക് ആയിട്ടുള്ള ആ ഒരു എന്താ പറയുക റൂൾസ് ഒന്ന് മാറി കിട്ടി. മുമ്പ് ക്രൂവലായിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ ക്രിറ്റിസിസം ഭയങ്കര പ്രൊഫഷണൽ ആണ് അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഉള്ള ഒരു റിയാലിറ്റി ഷോന്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും ടാലന്റിനേക്കാൾ കൂടുതൽ TRPക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു ഷോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമേരിക്കാസ് ഗോട്ട് ടാലന്റ് ഒക്കെ പോലുള്ള റിയാലിറ്റി ഷോ എന്ന് പറയുന്നത് അവർ ശരിക്കും ഏറ്റവും കൂടുതൽ അവിടെ TRPയും കാര്യങ്ങളൊന്നുമില്ല. അവർ ശരിക്കും റിയൽ ആയിട്ടും ടാലന്റിനെ മാത്രം കണ്ടിട്ടാണ് ആ റിയാലിറ്റി ഷോയെല്ലാം മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ കേരളത്തിലെയും ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു റിയാലിറ്റി ഷോ തമ്മിലുള്ള ഒരു കമ്പാരിസൺ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഏറ്റവും കൂടുതൽ. പിന്നെ പറഞ്ഞാണ് അമേരിക്കൻ ഐഡൽ എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ. അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഓർഡിനറി പീപ്പിൾ ടു എക്സ്ട്രാ ഓർഡിനറി സ്റ്റാർസ് ആണ്. ഒരു സാധാരണക്കാരെ വെച്ചിട്ട് അവരുടെ കഴിവ് കണ്ടിട്ട് ആ ഒരു ടാലന്റിനെ പ്രൊഫഷണലി കൊണ്ടുവരാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന റിയാലിറ്റി ഷോ പോലെയല്ല, ഇമോഷണലി ഒരു കാര്യങ്ങളും ഇല്ല, അവർ വെരി പ്രൊഫഷണൽ ആണ്. അതെ, സ്ക്രിപ്റ്റഡും കാര്യങ്ങളെല്ലാം നമ്മുടെ ഇവിടെ മാത്രം നടക്കുന്നുള്ളൂ. അതെ, അപ്പോൾ അതൊരു വലിയൊരു മാറ്റമാണ്. പിന്നെ ഒരു കാര്യമാണ് ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയുടെ ഒരു എഫക്റ്റ്. റിയാലിറ്റി ഷോ ആണെങ്കിലും എന്ത് ഷോ ആണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ചെറിയൊരു 30 സെക്കൻഡ് 15 സെക്കൻഡ് വരുന്ന വീഡിയോയ്ക്ക് നമ്മുടെ TV-യിൽ കാണുന്ന TRPയേക്കാളും കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടാവില്ലേ. അപ്പോൾ ജെൻസി ആൾക്കാർ കൂടുതലും കാണാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഒരാളുടെ പാട്ടൊന്ന് ഹിറ്റായാൽ പിന്നെ അയാളുടെ പേരിൽ ഒരു ഫാൻ പേജ് തുടങ്ങാണ്.
അപ്പോൾ അയാളുടെ അതൊരു ഫെയിം കൂടുതൽ കൊണ്ടുവരാണ് ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് ഈ റിയാലിറ്റി ഷോ ഇല്ലെങ്കിൽ ആ ഫെയിം വെച്ച് പിന്നീട് സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാനുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് സാധാരണക്കാരായ ജനങ്ങൾ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഒരു സിനിമയിലേക്കായാലും അതുപോലെ ഒരു റിയാലിറ്റി ഷോയിലേക്കാണെങ്കിലും കുറെ ആൾക്കാർ തിരഞ്ഞെടുക്കപ്പെടുന്നത് തന്നെ. ഇപ്പൊ പലരെയും നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം കണ്ടവരായിരിക്കും. അവർ ഏതെങ്കിലും ഒരു റീൽ വൈറലായാൽ മതി, പിറ്റേ ദിവസം അവർ സിനിമയിലേക്ക് ഒരു ചെറിയ ചാൻസോ അത് അല്ലെങ്കിൽ ഇതുപോലെയുള്ള റിയാലിറ്റി ഷോയിലേക്കോ എങ്ങാനും അവർ തിരഞ്ഞെടുക്കപ്പെടും. റിയാലിറ്റി ഷോയിൽ കാണുന്ന നമ്മൾ സാധാരണക്കാർ കുറച്ച് പേരൊക്കെ റിയാലിറ്റി ഷോ ടി വിയിൽ കാണുള്ളൂ. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോം ഉള്ളപ്പോൾ കൂടുതൽ പേരും ഫോണിലേക്ക് ചുരുങ്ങിപ്പോയില്ലേ ടി വിയിൽ കാണുന്നതിന് പകരം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുറേ പേർക്ക് നല്ല പാട്ടുകാർ പാട്ട് പാടുന്നു, നമ്മൾ റീൽസ് ലൈക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ റീൽസിൽ കാണുന്ന ആൾക്ക് ഫാൻസ് കൂടുതലാണ് അവരുടെ പാട്ട് അനുസരിച്ച്. പക്ഷെ അവരുടെ റിയൽ പെർഫോമൻസിൽ അവർക്ക് അത്രയും റേറ്റിംഗ് ഉണ്ടാവണമെന്നില്ല. അതിൽ നന്നായി പാട്ട് പാടുന്നവരുണ്ടാവും. പക്ഷെ സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന ഒരു ഏറ്റവും വലിയ ഇൻഫ്ലുവൻസ് പറയുന്നത് ഒരാളെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അയാളെ റീച്ച് ചെയ്യണം. അയാൾ എത്ര നന്നായി പാടുന്നു എന്ന് നോക്കുന്നില്ല, അതിനേക്കാളും നന്നായി പാടുന്നവർ ആ ഷോയിൽ തന്നെ ഉണ്ടാകാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ റിയാലിറ്റി ഷോസിന്റെ ഒരു പോക്ക്. അപ്പൊ ഇനി ഭാവിയിലെങ്കിലും ഒരു സ്ക്രിപ്റ്റഡ് അല്ലാത്ത ഒറിജിനൽ ആയിട്ടുള്ള റിയാലിറ്റി ഷോസ് വരുമെന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നതല്ലേ? അതെ, തീർച്ചയായിട്ടും അങ്ങനെ വരണം എന്നാണ് നമ്മുടെയൊക്കെ ആവശ്യം എന്ന് പറയുന്നത്. കാരണം ഒരു എന്താ പറയുക, ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ അതൊരു പ്രൊഫഷണൽ ക്രിട്ടിസൈസ് ആയിട്ട് മാറുക. അതുപോലെ തന്നെ അപ്പുറത്ത് നിൽക്കുന്ന കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അവരുടെ മെൻ്റൽ ഹെൽത്തിനൊക്കെ ബാധിക്കാത്ത രീതിയിൽ ഒരു ക്രിട്ടിസൈസ് നടത്തുക. അതുപോലെ വോട്ടിംഗ്, ഓഡിയൻസിൻ്റെ വോട്ടിങ്ങിൻ്റെ കാര്യമാണെങ്കിലും എന്താണെങ്കിലും ബിസിനസ് മാറി ഒരു പ്രൊഫഷണലി ഒരു പ്രൊഫഷണലി എല്ലാ മാറ്റങ്ങളും വരാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിലെ ഒരു കൾച്ചറും ആർട്ടും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുറം രാജ്യങ്ങളിലെ ആർട്ടും കൾച്ചറൊക്കെ കൊണ്ടുവന്ന് ഒരു കോമ്പിനേഷൻ രീതിയിലുള്ള ഒരു പ്രോഗ്രാംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആൾക്കാർ കാണും അല്ലേ. അപ്പം നമ്മളൊക്കെ സ്റ്റാർ സിംഗർ കാണുന്ന സമയത്ത് ഒരുപാട് പേര് വിന്നേഴ്സ് ആയിട്ടുണ്ടല്ലേ, പിന്നെ അവരൊന്നും നമ്മൾ കണ്ടിട്ടില്ല അല്ലെ, എത്ര കാലങ്ങളായിട്ട് പിന്നെ അവരൊന്നും കാണാനില്ല. അപ്പം അതിലൊരു മാറ്റം വരണം. പങ്കെടുക്കുന്ന കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും തുടർന്ന് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ അവരുടെ കഴിവിനെ കൊണ്ടുപോകാനുള്ള ഒരു മാറ്റം റിയാലിറ്റി ഷോസിൽ വരണം. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് NFT. അപ്പം അധികം ആരും ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടാവില്ല. ഇതൊരു ഡിജിറ്റൽ ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളിൽ ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുട്ടി അവരുടെ ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത് അവരുടെ ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായും വിചാരിക്കാം. അപ്പോൾ അവർക്ക് ആ കുട്ടിക്ക് ആ ഒരു വീഡിയോ ഒരു NFT വീഡിയോ ആക്കി മാറ്റിയിട്ട് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിജിറ്റൽ ഉടമസ്ഥാവകാശം വിറ്റ ആൾക്കാണ്. അപ്പോൾ ഈ കുട്ടി വിറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഈ കുട്ടിക്ക് പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ അതൊരു നല്ലൊരു മാർഗ്ഗമാണ്. അത് പലരും ഇപ്രാവശ്യം പലയിടത്തും ഉപയോഗിച്ച് കണ്ടിട്ടില്ല. കുട്ടികൾ വിൻ ചെയ്യുന്നു, പിന്നെ അത് പോകുന്നു, വിൻ ചെയ്യാത്തവർ അതല്ലാത്ത രീതിയിൽ പോകുന്നു. പിന്നെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് പേരൊക്കെ വീഡിയോ ഇട്ട് വൈറലാവാണ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു സാധ്യത കൂടിയും ഫ്യൂച്ചറിൽ റിയാലിറ്റി ഷോസിൽ കൊണ്ടുവന്നാൽ കുറച്ചും കൂടി അടിപൊളിയായിരിക്കും അല്ലേ. പാർദ്ര പറഞ്ഞ പോലെ ഭാവിയിൽ നമുക്ക് ഇത്തരം മാറ്റങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അങ്ങനെ സംഭവിക്കട്ടെ. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു ടോക്കുമായി വീണ്ടും കാണാം.